എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താ രംഗത്തിലേക്ക് സ്വാഗതം. എന്താണ് പലസ്തീനിൽ സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ പലസ്തീനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മൊസാദ് ഒരാഴ്ചയായിട്ട് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഈ പദ്ധതി പ്രകാരം പലസ്തീൻ ജനതയെ ഈ ഗസയുടെ മണ്ണിൽ നിന്നും പൂർണ്ണമായി മാറ്റുക, ഇന്തോനേഷ്യയിലേക്കോ മൊറോക്കോയിലേക്കോ സോമാലിയയിലേക്കോ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ട്രംപ് ഭരണത്തിൽ വന്ന അന്നു മുതൽ തന്നെ പലസ്തീൻ ജനതയെ ഗസയിൽ നിന്ന് മാറ്റി ഗസ ഒരു സ്വർഗമാക്കും എന്നുള്ള രീതിയിൽ ഉള്ള പ്രസ്താവനയുമായി ട്രംപ് വന്നിരുന്നു. പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള നാറ്റോ അംഗരാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിലുണ്ടായിരുന്നു. സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും രൂക്ഷമായി വിമർശനം നടത്തിയിരുന്നു. ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. അങ്ങനെ ഒരു പദ്ധതിയിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് ട്രംപ് പിന്നീട് പറയുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു റിയൽ എസ്റ്റേറ്റ് നീക്കം ഈ പലസ്തീൻ ജനതയെ എന്നേക്കുമായി ഗസയിൽ നിന്ന് മാറ്റാനുള്ളത് ഉണ്ട് എന്ന് മൊസാദിൻ്റെ ചില വെളിപ്പെടുത്തലുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അവർ ഒരു വലിയ പദ്ധതി തയ്യാറാക്കുകയാണ് പലസ്തീൻ ജനതയെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിനായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയ വെടിനിർത്തലിനെ അട്ടിമറിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു. അതായത് വെടിനിർത്തൽ വിശ്വസിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ഗസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയ കുടുംബങ്ങളെ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള കുടുംബങ്ങളെ വീണ്ടും ആക്രമിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിൻ്റെ പൈശാചികത കണ്ടതാണ്. ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പലസ്തീൻ ജനതയെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം അവിടെ ജൂത സെറ്റിൽമെൻറ്റുകൾ, ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവരുടെ നിലപാട് പോലെ അത്തരത്തിൽ കൊണ്ടുവരാൻ തന്നെയാണ്. പക്ഷേ ഇസ്രായേലിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കാരണം പലസ്തീൻ ജനതയെ ഏറ്റെടുക്കാൻ ഈജിപ്തിനോടും ജോർദാനോടൊക്കെ ഇസ്രായേൽ പലകുറി പറഞ്ഞതാണ്. പക്ഷെ അവരൊന്നും തയ്യാറാകുന്നില്ല. കാരണം പലസ്തീൻ ജനത അവിടെയാണ് ജീവിക്കേണ്ടത്, തങ്ങളുടെ രാജ്യത്തല്ല എന്നുള്ളത് വ്യക്തമാക്കി. മാത്രമല്ല 20 ലക്ഷത്തോളം വരുന്ന പലസ്തീനികൾ തന്നെ പറയുന്നു ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും തങ്ങളുടെ രാജ്യം വിട്ടു പോകില്ല എന്ന് പറയുന്നു. ഇസ്രായേലിന് ഇതെല്ലാം തലവേദനയാകുകയാണ്. അതിനിടയിൽ ഇസ്രായേലിൽ തന്നെ വലിയ ഭരണ അസ്ഥിരത സംജാതമാകുന്നു. നെതന്യാഹുവിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഷിൻബിറ്റിൻ്റെ തലവനെ മാറ്റിയതടക്കമുള്ള വിഷയങ്ങളിൽ ഇസ്രായേലിൽ പ്രതിസന്ധികൾ പുകയുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിൻ്റെ പുതിയ നീക്കം പലസ്തീൻ ജനതയെ ഗസയിൽ നിന്നും കുടിയൊഴിപ്പിക്കുക, അതിനുവേണ്ടി മൊസാദ് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. വലിയ തരത്തിലുള്ള രക്തച്ചൊരിച്ചിലുകൾക്ക് പലസ്തീനും ഗസയും വീണ്ടും സാക്ഷിയാകും എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. കൂടുതൽ വിദേശ വാർത്തകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.